നബി ദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം അതെപ്പോഴാ? റബീഉൽ അവ്വല അല്ല, എല്ലാ മുസ്ലിങ്ങൾക്ക് അറിയാം റമദാനാ. നബിയായ ദിനം റമദാനാണ്. പിന്നെ മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല റമദാനിലാണ്. ഇപ്പൊ ചോദിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം എപ്പോഴാണെന്നല്ലേ? അത് ആർക്കാ തർക്കമുള്ളത്? സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർക്കിടയിൽ ഒരു തർക്കമില്ല. എല്ലാവർക്കും പറയുന്നത് പോലെ സർവ്വസാധാരണയായി നാം കേട്ടതും മഷ്ഹൂറായ ഒരു വിഷയമാണത്. അങ്ങനെ തന്നെ മഹാന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. മഷ്ഹൂറാണത് എന്നുള്ളത്, റബീഉൽ അവ്വൽ 12 എന്നുള്ളത്. പിന്നെ ബിദ്അത്തുകാർ, സലഫികൾ, അത് മുജാഹിദികൾക്ക് പറയുന്നത് എന്തെല്ലാം പറയുന്നുണ്ട്, റമദാനാണ്, അങ്ങനെയല്ല, മറ്റേതാണ്, മർഷദാണ്, അതൊക്കെ നമുക്ക് കേൾക്കേണ്ട, ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചോദിക്കാൻ കാരണം അവരുടെ ക്ലിപ്പുകളാണ്, വീഡിയോകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മുഹമ്മദ് നബി ജനിച്ച ദിനം, ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല റമദാനിലാണ്. മുഹമ്മദ് നബി ആയത് റമദാനിലാണ്. അല്ലേ അല്ലേ അല്ലേ? ആർക്കാ അതിലെതിരെ അഭിപ്രായം? 8-ലധികം വരുന്ന അഭിപ്രായം സുന്നി പണ്ഡിതന്മാർക്കിടയിലുണ്ട്. റസൂലുള്ളാഹി ജനിച്ചത് റബീഉൽ അവ്വൽ 8-നാണെന്നാ പറഞ്ഞു. 8-നാണ് ഹദീസ് പണ്ഡിതന്മാർ മുഴുവനും ബലപ്പെടുത്തിയത് അതാകുന്നു എന്നാണ് സുന്നി പണ്ഡിതന്മാരുടെ പക്ഷം. ചരിത്ര പണ്ഡിതന്മാർ മുഴുവനും റബീഉൽ അവ്വൽ 8-നാണ് റസൂലുള്ളാഹി ഭൂജാതനായത്. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയാണ്. ആ ജനിച്ചതും റബീഉൽ അവ്വലിനല്ല റമദാനിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ 8 തിങ്കളാഴ്ചയും റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയുമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ചയുമാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മൗലവിയെ, ഒരു പുരോഹിതനെയും അന്ധമായി തൊണ്ട തൊടാതെ നിങ്ങൾ വിഴുങ്ങരുത്. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയാൻ, ഈ അടുത്ത കാലത്തെ എൻ്റെ അനുഭവം വെച്ച് മൗലവിമാർക്ക് പോലും ഈമാൻ നഷ്ടപ്പെട്ടു പോയൊരു കാലത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വലിയ ബേജാറ് തോന്നാറുണ്ട് പല ആളുകളുടെ സ്വഭാവം അറിയുമ്പോൾ. എന്ത് കളവും പറയാൻ മടിയില്ലാത്തവരെ പരസ്യമായി പറഞ്ഞതിനെതിര് അതിനെതിര് ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു ബേജാറ്. പക്ഷെ അത് വാദം ശരിയല്ല. ഇമാമികൾ മുഴുവനും റബീഉൽ അവ്വൽ 12 എന്നുള്ളത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. നമുക്ക് മറ്റൊരു കാര്യം പറയാം. ആമുൽ ഫീൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മൗലിദ് അഥവാ ജന്മദിനം നടന്നത് ആമുൽ ഫീലിലാണ് എന്ന് പറയാറുണ്ട് മഹാന്മാർക്കിടയിൽ. മുഹദ്ദിഖീങ്ങൾ, താരീഖ് പണ്ഡിതന്മാർ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ തന്നെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു, ബൈഹഖി ഇമാമൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. തെറ്റല്ല, അത് ആമുൽ ഫീലാണ്. നമ്മൾ തെറ്റ് പറയാനല്ലോ, അവരാണല്ലോ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. ഇനി 12 ആണോ അല്ലേ, റബീഉൽ അവ്വൽ ആണോ അല്ലേ എന്നുള്ളതിൽ അങ്ങനെ പ്രത്യേകിച്ചിട്ടുള്ള ചർച്ചകളൊന്നുമില്ല. മഷ്ഹൂറായതാണെന്നാണ് മഹാന്മാരെ കുറിച്ച് പറയുന്നത്. പിന്നെന്താ അതിൽ ഡൗട്ടുള്ളത് നമുക്ക്? മാത്രമല്ല, ഈ വിഷയം തന്നെ ഇങ്ങനെ ഇതാണ് 12 എന്നുള്ളതിന് പിന്നെ ദഹബി ഇമാം അവിടുത്തെ താരീഖിൽ പറയുന്നുണ്ട്, തൊബരി ഇമാം പറയുന്നുണ്ട്, ബൈഹഖി ഇമാം പറയുന്നുണ്ട്, ഇബ്നുൽ അസീർ തങ്ങൾ പറയുന്നുണ്ട്, മുഖ്രിസി ഇമാം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ഈ 12 സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെയാണ് നമുക്ക് മുൻഗാമികൾ കാണിച്ചു തന്നതും അങ്ങനെ തന്നെയാണ്. അതിലെന്തിനാണ് തർക്കം ചെയ്യേണ്ട ആവശ്യം? അവരുടെ ക്ലിപ്പുകൾ അതങ്ങനെ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ആ വിഷയത്തിലേക്ക് കൂടുതലായിട്ട് പോകേണ്ടതും ഇല്ല എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്.